നമസ്കാരം. ദേശീയ തൊഴിൽ മേഖലയിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് 2026 ജൂലൈ മാസം 1-ാം തീയതി മുതൽ രാജ്യത്ത് പുതിയ തൊഴിൽ നിയമം പ്രാബല്യത്തിൽ വരികയാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് സ്ഥിരമായ തൊഴിലും മെച്ചപ്പെട്ട വേതനവും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ മുൻകൂട്ടായിരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായിട്ട് ഒരു പുതിയ വികസന മാതൃക അവതരിപ്പിച്ചിരിക്കുകയാണ്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അതിജീവക് മിഷൻ ഗ്രാമീൺ VBG റാംജി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ബൃഹത് പദ്ധതി പാർലമെന്റ് പാസാക്കിയ പ്രത്യേക ബില്ലിലൂടെയാണ് നടപ്പിലാക്കുന്നത്. ഗ്രാമീണ ജനതയുടെ സാമ്പത്തിക ഭദ്രതയും ജീവിത നിലവാരവും ഉയർത്താൻ വിഭാവനം ചെയ്തിട്ടുള്ള ഈ സ്കീം വഴി യോഗ്യരായ എല്ലാ സാധാരണക്കാർക്കും പുതിയ തൊഴിൽ കാർഡുകൾ വിതരണം ചെയ്യുകയും അവർക്കെല്ലാം തന്നെ തടസ്സമില്ലാത്ത ശമ്പളം ലഭ്യമാക്കുകയും ചെയ്യും. ഈ പുതിയ തൊഴിലുറപ്പ് പദ്ധതിയുടെ സാമ്പത്തിക സ്രോതസ്സിലും ഘടനയിലും കേന്ദ്ര സർക്കാർ സുപ്രധാനമായ ചില മാറ്റങ്ങളൊക്കെ തന്നെ വരുത്തിയിട്ടുണ്ട് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. മുൻപുണ്ടായിരുന്ന പദ്ധതിയുടെ 100% തുകയും കേന്ദ്രവിഹിതമായിട്ടായിരുന്നു അനുവദിച്ചിരുന്നതെങ്കിൽ പുതിയ നിയമപ്രകാരം ഇത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ പങ്കിടുന്ന രീതിയിലേക്ക് മാറും. ഇനി മുതൽ 60:40 എന്ന അനുപാതത്തിലായിരിക്കും ഫണ്ട് വിനിയോഗം നടക്കുക. അതായത് പദ്ധതി ചെലവിൻ്റെ 60% കേന്ദ്ര സർക്കാരും ബാക്കി 40% തുക അതായത് സംസ്ഥാന സർക്കാരുകളും കണ്ടെത്തേണ്ടതുണ്ട്. മുൻകാലങ്ങളിൽ കേന്ദ്രത്തിൽ നിന്ന് നേരിട്ട് അനുവദിച്ചിരുന്ന 4000-ഉം 5000-ഉം കോടി രൂപയുടെ ഫണ്ടുകളിൽ ഈ പുതിയ അനുപാതം മൂലം കുറവുണ്ടാകുമെന്നതിനാൽ തന്നെ സംസ്ഥാനങ്ങൾ തങ്ങളുടെ വിഹിതം കൃത്യമായിട്ട് നീക്കിവെക്കേണ്ടി വരും. തൊഴിൽ ദിനങ്ങളുടെയൊക്കെ തന്നെ എണ്ണത്തിലും തൊഴിലാളികളുടെയൊക്കെ തന്നെ വേതന വ്യവസ്ഥയിലുമൊക്കെ തന്നെ വിപ്ലവകരമായിട്ടുള്ള വർധനവാണ് ഈ പുതിയ നിയമം വിഭാവനം ചെയ്യുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് മുൻപ് പരമാവധി 100 തൊഴിൽ ദിനങ്ങളാണ് ഒരു വർഷം ഉറപ്പു നൽകിയിരുന്നതെങ്കിൽ കേന്ദ്രത്തിൻ്റെ പുതിയ മാർഗനിർദ്ദേശപ്രകാരം അത് 125ഓളം തൊഴിൽ ദിനങ്ങളായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ തൊഴിലാളികളുടെ ദിവസബത്ത 400 രൂപയോ അതിന് മുകളിലോ ആയി നിശ്ചയിച്ചിട്ടുണ്ട് എന്നത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകും. കേവലം വേതന വർധനവിൽ ഒതുങ്ങാതെ ജോലിക്കിടയിൽ തന്നെ സംഭവിക്കാനിടയുള്ള അപകടങ്ങളൊക്കെ തന്നെ പരിഹരിക്കുന്നതിനായിട്ട് പ്രത്യേക അപകട ഇൻഷുറൻസ് പോലെയുള്ള സുരക്ഷാ സ്കീമുകളും ഇതിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അഥവാ പഞ്ചായത്തുകളുടെ കീഴിൽ പ്രാദേശിക വികസനം ലക്ഷ്യമിട്ടുള്ള വൈവിധ്യമാർന്ന കർമ്മ പദ്ധതികളായിരിക്കും ഇതിലൂടെ ആവിഷ്കരിക്കുക. പുതിയ പദ്ധതിയിൽ കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിനായിട്ട് വളരെ സവിശേഷമായിട്ടുള്ളൊരു വ്യവസ്ഥ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ഇവിടെ ശ്രദ്ധേയമാണ്. കാർഷിക സീസണുകളിലും അതോടൊപ്പം തന്നെ വിളവെടുപ്പ് സമയങ്ങളിലും മറ്റ് കൃഷിപ്പണികൾക്ക് തൊഴിലാളികളെ കിട്ടാത്ത അവസ്ഥ ഒഴിവാക്കാൻ വർഷത്തിൽ 60 ദിവസത്തോളം ഈ പദ്ധതിയുടെ കീഴിലുള്ള പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ നിയമം അനുവാദം നൽകുന്നുണ്ട്. ഈ പ്രത്യേക വ്യവസ്ഥ കാരണം ചില സീസണുകളിൽ തൊഴിലാളികൾക്ക് താൽക്കാലികമായിട്ട് തൊഴിൽ ലഭിക്കാത്ത സാഹചര്യവും ഉണ്ടായേക്കാം. 125 തൊഴിൽ ദിനങ്ങൾ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ സംസ്ഥാനത്തെ പ്രാദേശിക സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇത് എത്രത്തോളം പ്രായോഗികമാകും എന്ന കാര്യം ആദ്യഘട്ടത്തിലെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള നടത്തിപ്പിന് ശേഷം മാത്രമേ പൂർണ്ണമായിട്ടും വിലയിരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഏതായാലും ജൂലൈ 1-ന് നിയമം പ്രാബല്യത്തിൽ വരുമെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തീരുമാനങ്ങൾ പരസ്പരം യോജിച്ചു പോയാൽ മാത്രമേ സംസ്ഥാനത്ത് ഇത് വേഗത്തിൽ നടപ്പിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നിലവിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളെയൊക്കെ തന്നെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റങ്ങൾ അവരുടെ ജോലിയെ പെട്ടെന്ന് ബാധിക്കില്ല. അവർക്ക് തങ്ങളുടെ കൈവശമുള്ള പഴയ തൊഴിൽ കാർഡുകൾ ഉപയോഗിച്ച് തന്നെ നിലവിൽ ജോലിയിൽ ഏർപ്പെടാനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ ഇതിൻ്റെ പ്രവർത്തന സംവിധാനങ്ങളിലും ദിവസവേതനം ബാങ്കുകളിലെത്തുന്ന രീതിയിലുമൊക്കെ തന്നെ അതുപോലെ ഫണ്ട് വിതരണത്തിലുമെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഡിജിറ്റൽ പരിഷ്കാരങ്ങൾ പടിപടിയായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. നിലവിലുള്ള പഴയ കാർഡുകൾക്ക് പകരമായിട്ട് ഘട്ടം ഘട്ടമായി റോസ്ഗാർ ഗ്യാരണ്ടി കാർഡ് എന്ന പേരിലുള്ള പുതിയ ഔദ്യോഗിക കാർഡുകളൊക്കെ തന്നെ എല്ലാ തൊഴിലാളികൾക്കും സർക്കാർ ലഭ്യമാക്കും. അതിനാൽ തന്നെ നിലവിലുള്ള അംഗങ്ങൾ ആരും തന്നെ യാതൊരു വിധത്തിലുള്ള ആശങ്കയിലും പെടാതെ സർക്കാരിൻ്റെ ഔദ്യോഗിക നിർദ്ദേശങ്ങൾക്കായിട്ട് കാത്തിരിക്കേണ്ടതാണ്. ഈ പദ്ധതിയിലേക്ക് പുതുതായിട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് തങ്ങളുടെ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. മുൻപുണ്ടായിരുന്ന പദ്ധതിയിലേതുപോലെ തന്നെ കൃത്യമായിട്ട് പൂരിപ്പിച്ച അപേക്ഷാ ഫോം, അതോടൊപ്പം തന്നെ റേഷൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, അതുപോലെ തന്നെ ആധാർ കാർഡ് കൂടാതെ KYC KYC പ്രക്രിയകൾ എന്നിവ പൂർത്തിയാക്കി പുതിയ അംഗത്വം നേടാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം ഒരു വീട്ടിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ അംഗത്വം നൽകൂ എന്ന യാതൊരുവിധ നിബന്ധനകളും ഇപ്പോൾ ഇല്ല. മറിച്ച് മറ്റ് സ്ഥിര വരുമാനമോ വേതനമോ ഇല്ലാത്ത ഒന്നിലധികം കുടുംബാംഗങ്ങൾക്ക് ഇതിലൂടെ തൊഴിലെടുക്കാനും ദിവസവേതനം സമ്പാദിക്കാനും സാധിക്കും. പഴയ അംഗങ്ങളെല്ലാം തന്നെ സ്വയമേവ ഈ പുതിയ പദ്ധതിയിലേക്ക് മാറ്റപ്പെടുന്നതിനാൽ തന്നെ അവർ പ്രത്യേകം അപേക്ഷിക്കേണ്ടതില്ല. എന്നാൽ പുതിയ അപേക്ഷകർ പഞ്ചായത്ത് വഴി അടിയന്തരമായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കാർഡ് മാറ്റം ഉൾപ്പെടെയുള്ള തുടർന്നുള്ള സുപ്രധാന വിവരങ്ങളൊക്കെ തന്നെ ഔദ്യോഗികമായിട്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് ഞങ്ങൾ നിങ്ങളെ തീർച്ചയായിട്ടും അറിയിക്കുന്നതായിരിക്കും. ഇത്തരം പ്രധാനപ്പെട്ട അറിയിപ്പുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവർ ഫോളോ ചെയ്യുവാനും മറക്കാതിരിക്കുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.